ബേബി ഗേൾ. ഈ സിനിമയെ പറ്റി കേട്ടപ്പോൾ തന്നെ ഇതിനുവേണ്ടി കാത്തിരിക്കാനുണ്ടായ പ്രധാന കാരണം ആ രണ്ട് പേരുകളാണ്, ബോബി ആൻഡ് സഞ്ജയ്. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച അവിചാരിതമായി ട്രാഫിക്കിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരു മുൻധാരണയും ഇല്ലാതെ കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ആ സിനിമ നൽകിയ ഒരു രോമാഞ്ചം അതിനുശേഷം ഒരു സിനിമയും തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ബേബി ഗേളിലേക്ക് വന്നാൽ, സംവിധാനം അരുൺ വർമ്മ, മുൻപ് ഗരുഡൻ എന്ന സിനിമ ചെയ്തിട്ടുണ്ട്. റൈറ്റേഴ്സ് ബോബി സഞ്ജയ്, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് മ്യൂസിക് സാം CS. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നിവിൻ പോളി, ലിജോ മോൾ, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ എന്നിവരാണ്. കൂടാതെ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ 4 പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നത്. ഇനി സിനിമയുടെ കഥയിലേക്ക് വന്നാൽ, കഥയിലേക്ക് വരാൻ പറ്റില്ല, കാരണം ഇതൊരു ത്രില്ലറാണ്. ത്രില്ലറിനേക്കാൾ ഉപരി ഒരു ഇമോഷണൽ ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ കഥയെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു ബേബി ഗേളിൻ്റെ മിസ്സിംഗ് ആണ് സിനിമ. ഇനി സിനിമയുടെ പോസിറ്റീവിലേക്ക് വന്നാൽ, വളരെ ഡീസൻ്റായിട്ട് പ്രേക്ഷകന് ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടാവാതെ എന്നാൽ ഓവർ സ്പൂൺ ഫീഡ് ചെയ്യാതെ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ആ രീതിയിൽ തന്നെയാണ് ഇത് സംവിധാനവും ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമയിലേക്ക് കിടക്കുമ്പോൾ സിനിമ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ കഥയിലേക്ക് കിടക്കുന്ന ഒരു മെത്തേഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. ട്രാഫിക്കും ഏതാണ്ട് അതേ ട്രാക്കിൽ തന്നെയായിരുന്നു. കഥ മുന്നോട്ട് പോകും തോറും പല സംഭവങ്ങളും ആദ്യ കാഴ്ചയിൽ നമ്മളെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ല എന്ന് തോന്നിയാലും ഒരിക്കലും അത് ഫോൺ സ്പീഡ് ചെയ്യാതെ ഒരു ബാക്ക് ഫീഡ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് കഥയുടെ ഒഴുക്കിൽ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് ഈ കഥയ്ക്ക് ഉള്ളത്, ഈ സ്ക്രിപ്റ്റിനുള്ളത്. ഇനി പെർഫോമൻസിലേക്ക് വന്നാൽ, നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു നിവിൻ പോളി സിനിമയൊന്നുമല്ല, മറ്റ് കഥാപാത്രങ്ങളെ പോലെ തന്നെ മാത്രം പ്രാധാന്യമുള്ള, എന്നാൽ നിവിൻ പോളി പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഒരു സിനിമ മാത്രമാണ്. ലിജോ മോളുടെ ആ സ്ഥായിയായ ഭാവത്തിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണിത്. നമ്മൾ പൊന്മാനിലെല്ലാം കണ്ട അതേ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരുടെ ജോലി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. സംഗീത് പ്രതാപിനെ പറ്റി പറയുമ്പോൾ വളരെ മരിച്ച് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ റേഞ്ച് ഉള്ള ഒരു നടൻ അത് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി. ഇനി കാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഭാഗത്ത് ഏറ്റവും മോശമായി തോന്നിയത് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായി തോന്നിയത് പറയാതിരിക്കാൻ കഴിയില്ല, അഭിമന്യു തിലകനാണ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് അദ്ദേഹം ചെയ്യുന്നത്. ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയാം. മറ്റ് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത എല്ലാവരും വളരെ നീറ്റായിട്ട് അവരുടെ ജോലി ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് വളരെ നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള എഡിറ്റിംഗ് ആണ്. വളരെ ഒരു ത്രില്ലറിന് വേണ്ട രീതിയിൽ ഉള്ള ഫാസ്റ്റ് കട്ടുകൾ തന്നെയാണ് സിനിമയ്ക്കുള്ളത്. എന്നാൽ അതൊരു തലവേദന എടുപ്പിക്കുന്ന ലെവലിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ആ ഫാസ്റ്റ് മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട്. സംഗീതം, ഇതിനകത്ത് പാട്ടുകളൊന്നും തന്നെ ഇല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമാണ്. അതും ഒരിക്കലും ഒരു മുഴച്ചു നിൽക്കുന്ന ഫീലില്ല. അത് ഹൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായി ഹൈപ്പ് ചെയ്ത് പോയിട്ടുള്ള വളരെ നീറ്റായി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഇതിനെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മൊത്തത്തിൽ ഈ സിനിമ ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ് തരുന്നത്. ഇനി ഈ സിനിമയ്ക്ക് നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നെഗറ്റീവ് ഉണ്ട്. അത് പ്രധാനമായും വരുന്നത് ട്രാഫിക്കുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുമ്പോഴാണ്. നമുക്കറിയാം ആ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മളോട് പ്രേക്ഷകനോട് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ സിനിമ പല സ്ഥലത്തും മിസ് ചെയ്യുന്ന പോലെ തോന്നി. ഒരുപക്ഷെ രാജേഷ് പിള്ള എന്ന ആ ക്രാഫ്റ്റ്മാൻ്റെ ടച്ച് ഇല്ലാത്തതായിരിക്കണം ഈ സിനിമയുടെ പ്രശ്നം. അദ്ദേഹത്തെ ഈ സിനിമ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. മറ്റൊരു ചെറിയ നെഗറ്റീവും കൂടെ പറയാനുള്ളത്, സെക്കൻഡ് ഹാഫിന് കുറച്ച് ലെങ്ത് കൂടിപ്പോയ പോലെ തോന്നി. അതൊരു ലാഗ് എന്ന് പറയാൻ പറ്റില്ല. കഥയുണ്ട് ഫുൾ ടൈം, പക്ഷെ ആ കഥയുടെ ലെങ്ത് കുറച്ച് നീളം കൂടിയോ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്ത ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്. തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട സിനിമയാണ്. ഇതിൻ്റെ സ്പോയിലേഴ്സ് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തും, ഫേസ്ബുക്കിലൂടെയും മറ്റു വഴികളിലൂടെയും. ആ സ്പോയിലേഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ സിനിമയിലേക്ക് എത്താൻ ശ്രമിക്കുക. തീർച്ചയായും ഒരു തിയേറ്റർ വാച്ച് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.